എന്തൊക്കെ ടൈപ്പിലുള്ള കൊമേഴ്സ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നോർമൽ ഈ ഒരു കൊമേഴ്സ്, അതായത് നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മളുടെ സോഷ്യൽ മീഡിയ ത്രൂ വിൽക്കുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ അല്ലെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതുപോലെയുള്ള നമ്മളുടെ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ വിൽക്കാൻ പറ്റും. നമുക്ക് അധികം രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല. പിന്നെ വരുന്നതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. അതിന് നമ്മളൊരു കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പ്രൊഡക്റ്റ് ബൾക്കായി എടുത്തതിന് ശേഷം ത്രൂ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ത്രൂ ഒക്കെ നമുക്ക് വിൽക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് നമ്മൾ സൈറ്റുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലെയുള്ള സൈറ്റുകൾ ത്രൂ വിൽക്കുന്നത്. അവിടെ നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണ്. നമ്മുടെ കമ്പനിയുടെ പേരിലുള്ള ഒരു രജിസ്ട്രേഷൻ, അതുപോലെ GST രജിസ്ട്രേഷൻ, അപ്പോൾ ഒരു ഓഫീസ്, അങ്ങനെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി അങ്ങനത്തെ ഒരു കൊമേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ 3 വഴി ത്രൂ നിങ്ങൾക്ക് കൊമേഴ്സ് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതെല്ലാം സിമ്പിളായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന കൊമേഴ്സ് ഐഡിയാസ് ആണ്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ പേജ് ഫോളോ ചെയ്ത് കൂടുതൽ അറിയാനായിട്ട് ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നോക്കാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.